ഞാറക്കൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിപ്പുറം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കാലിക്കുടവുമായി പ്രതിഷേധ സമരം നടത്തി. ട്രാൻസ്ഫറായി പോകുന്ന MLA KN ഉണ്ണികൃഷ്ണൻ നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നു എന്നെഴുതിയ പ്ലക്കാർഡുമായാണ് പ്രവർത്തകർ സമരത്തിന് എത്തിയത്. കോടികൾ പ്രഖ്യാപിച്ചു പോകുന്നതല്ലാതെ മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് നേതാക്കന്മാർ പറഞ്ഞു. സമരം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഒരു വാട്ടർ ടാങ്ക്, ഞാറക്കൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്ക്, അത് ദയനീയമാണ്. കാരണം എസ് ശർമ്മ MLA ആയിരുന്ന കാലഘട്ടത്തിൽ പണിത് അതിന്റെ കോൺട്രാക്ടർ ഏകദേശം ആ പണി ഉപേക്ഷിച്ചു പോയി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് പുതിയൊരു കോൺട്രാക്ടർ വന്ന് അത് പുനർനിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ എല്ലാം ഉദ്ഘാടനം വളരെ കൊട്ടിഘോഷിച്ച് വലിയ പരിപാടിയായിട്ടാണ് മന്ത്രിയൊക്കെ വന്ന് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്നും ആ രണ്ട് വാട്ടർ ടാങ്കുകളും പ്രവർത്തനരഹിതമായി തന്നെ നിൽക്കുകയാണ്. ഇന്നും നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം. ഇന്നിപ്പോ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ ഞങ്ങളുടെ ഞാറക്കൽ പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന 2 പഞ്ചായത്ത് മെമ്പർമാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. കാരണം ദിനം പ്രതി ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു ദുരവസ്ഥയിലാണ്. ഇവിടെ ഇന്ന് യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം, കാരണം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്ഥലം മാറ്റം കിട്ടിയ MLA ഉണ്ണികൃഷ്ണൻ നാട്ടുകാരുടെ കുടിവെള്ളം മുടിച്ചിട്ട് കടന്നു കളയരുത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ശരിയാണ്. കാരണം അദ്ദേഹം ഇപ്പോ സ്ഥലം മാറ്റം കിട്ടി തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഈ ദുരവസ്ഥക്ക് ഒരു പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിങ്ങനെ ഒരു സമരം നടക്കുന്നത്. ഇത് ഞാറക്കൽ പ്രദേശത്ത് മാത്രമുള്ള അവസ്ഥയല്ല. ഇത് വൈപ്പിങ്കരയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കുടിവെള്ള ക്ഷാമം പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ഇതിലൊന്നും യാതൊരു ഭാഗമാവാതെ, അല്ലെങ്കിൽ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ശ്രദ്ധ കൊടുക്കാതെ ഇവിടുത്തെ MLA ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, വൈപ്പിങ്കരയിൽ 100 വർഷത്തിൽ ചെയ്യാത്തത്ര വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 100 വർഷത്തിൽ തികയാത്തത്രയും വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടി അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്ത് തൃപ്പൂണിത്തുറയ്ക്ക് വിടുന്നത് എന്നുള്ളതിനെ കുറിച്ച് MLA തന്നെ മറുപടി പറയണം. കാരണം അത്രയും മികച്ച പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തെ മറ്റ് നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇത്തരത്തിൽ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ, കാരണം അദ്ദേഹം ഏത് വേദികൾ വന്നാലും കോടികളുടെ വികസന പ്രഖ്യാപനങ്ങളാണ്. ആരിന് നിവേദനം കൊടുത്താലും അവർക്ക് കൊടുക്കും 1.5 കോടി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാൾ ചേട്ടൻ കൊണ്ടുവന്നത് വേറെ ചികിത്സാ സഹായത്തിന് കൊടുത്തതാണ്. അദ്ദേഹം MLA പറഞ്ഞത് ഇത്ര കോടി രൂപ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. കാരണം കോടി എന്ന് മാത്രമേ അദ്ദേഹത്തിന് ഇന്നിപ്പോ പറയാനായിട്ടുള്ള വാക്കുകളുള്ളൂ. ഇത്തരത്തിൽ പൊള്ളയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന MLAക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റി നടത്തുന്നത്. മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു. കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെ കിടന്ന ദുരിതം അനുഭവിക്കില്ലായിരുന്നു. ഇതെല്ലാം കണ്ടു അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരേപ്പാരെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. ഇത് അങ്ങേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്നുള്ള മട്ടിലാണ് അങ്ങേരുടെ നടപ്പ്. ഇതിനെ ശക്തമായി തന്നെ പ്രതിഷേധിക്കും. ഞാറക്കൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി തന്നെ പ്രതിഷേധിക്കും അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP ലാലു, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി ബെർണാഡ്, ജില്ലാ പഞ്ചായത്ത് അംഗം വിവേക് ഹരിദാസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ നിതിൻ ബാബു, PG പൃഥ്വിരാജ്, വിഷ്ണു പള്ളത്ത്, KS ശ്രീയേഷ്, KJ ബിജോയ്, ആഷ്ലിൻ പോൾ, CV മഹേഷ്, ML ജോസഫ്, വിൻസ്റ്റൺ വർഗീസ്, റെനിൽ പള്ളത്ത്, ഡിജിൽ പനക്കൽ, അംബ്രോസ് റെക്സൻ, വാർഡ് മെമ്പർമാരായ ശാരദ സജികുമാർ, ദീപ സാജു എന്നിവർ പങ്കെടുത്തു.